ിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിയറി ഓഫ് സെക്കൻഡ് ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. തിയറി ഓഫ് സെക്കൻഡ് ബെസ്റ്റ്. വെൻ വൺ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ ഇൻ എൻ എക്കണോമിക് മോഡൽ കനോട്ട് ബി സാറ്റിസ്ഫൈഡ്, then obtain the next best solution involve changing other variables away from the value that would otherwise be optimal. ഒരു എക്കണോമിക് മോഡലിൽ ഒപ്റ്റിമാലിറ്റി എന്ന കണ്ടീഷൻ അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യാതെ വരുന്ന സമയത്ത് അവിടെയുള്ള വേരിയബിൾസിലും വാല്യൂസിലൊക്കെ ചേഞ്ച് വരുത്തിക്കൊണ്ട് ബെസ്റ്റായ ഒരു സൊല്യൂഷൻ അവരെന്ത് ചെയ്യാണ്, സെലക്ട് ചെയ്യാണ്. അതായത് എക്കണോമിക് മോഡലിൽ ഒപ്റ്റിമാലിറ്റി എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയാതെ വരുന്ന സമയത്ത് അവിടെയുള്ള വേരിയബിൾസിലൊക്കെ കുറേ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, അവർ അവിടുത്തെ ബെസ്റ്റായ ഒരു സൊല്യൂഷൻ അവർ എടുക്കുകയാണ്. ഇൻ ആൻ എക്കോണമി വിത്ത് സം അൺകറക്റ്റബിൾ മാർക്കറ്റ് ഫെയിലർ ഇൻ വൺ സെക്ടർ. എക്കോണമിയിലെ ഒരു സെക്ടറിൽ എന്തുണ്ടാവുകയാണ്, കറക്റ്റ് ചെയ്യാൻ പറ്റാത്തത്തോളം എന്ത് ചെയ്യാണ്, മാർക്കറ്റ് ഫെയിൽ ആവുകയാണ്. അപ്പോൾ ഗവൺമെൻറ് ഇൻ്റർവെൻ ചെയ്യുകയാണ്. ഗവൺമെൻറ് ഇൻ്റർവെൻ ചെയ്യുന്നത് എന്താ, അതുപോലെയുള്ള മറ്റൊരു സെക്ടറിലാണ് ഗവൺമെൻറ് കയറി ഇടപെടുന്നത്. അപ്പോൾ ഗവൺമെൻറ് കയറി ഇടപെടുന്ന സമയത്ത് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള എക്കണോമിക് എഫിഷ്യൻസിയിലെല്ലാം ഇൻക്രീസ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇടപെടുന്നത്. പക്ഷേ ആക്ച്വലി ഡിക്രീസ് ഓവറാൾ എക്കണോമിക് എഫിഷ്യൻസി. ഗവൺമെൻറ് ഇടപെടലിൻ്റെ ഫലമായിട്ട് അവിടെ സംഭവിക്കുന്നത് എന്താ, എക്കണോമിക് എഫിഷ്യൻസി മുഴുവൻ കുറയുകയാണ് ചെയ്യുക. അതായത് ഒപ്റ്റിമാലിറ്റി എന്ന കണ്ടീഷൻ ഒരു എക്കണോമിക് മോഡലിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയാതെ വരുന്ന സമയത്ത് അടുത്തൊരു ബെസ്റ്റ് സൊല്യൂഷൻ അവർ സെലക്ട് ചെയ്യേണ്ടതായി വരും. അപ്പോൾ എക്കോണമിയിൽ ഒരു അൺകറക്റ്റബിൾ ആയ മാർക്കറ്റ് ഫെയിലർ ഉണ്ടാകുമ്പോൾ അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഫെയിലറാണ്. അപ്പോൾ ഗവൺമെൻറ് ഒരു സെക്ടറിലാണ് ഇത്തരത്തിൽ അൺകറക്റ്റബിൾ സിറ്റുവേഷൻ ഉണ്ടാവണമെങ്കിൽ ഗവൺമെൻറ് അതുപോലെയുള്ള മറ്റൊരു സെക്ടറിൽ കയറി ഇടപെടുകയാണ്. ഇടപെടുമ്പോൾ ഗവൺമെൻറ് ഉദ്ദേശം എന്താ, അവിടുത്തെ എക്കണോമിക് എഫിഷ്യൻസി എല്ലാം ഇൻക്രീസ് ചെയ്യണം എന്നാണ്. പക്ഷേ അവിടെ നടക്കുന്നത് എന്താ, ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ്റെ ഫലമായിട്ട് ഓവറാൾ എക്കണോമിക് എഫിഷ്യൻസി കുറയുകയാണ്. അപ്പോൾ പ്രാക്ടിക്കലി ഇറ്റ് ഈസ് ആൾവേസ് ബെറ്റർ ലെറ്റ് ടു മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ് ക്യാൻസൽ ഈച്ച് അതർ. അപ്പോൾ ഗവൺമെൻറ്റിന് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തുമാത്രമാണ്, അതിൽ രണ്ട് മാർക്കറ്റിനെയും ടു മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ് കറക്റ്റ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ രണ്ടിനെയും ക്യാൻസൽ ചെയ്യുക എന്നതാണ് ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റായ സൊല്യൂഷൻ, പ്രാക്ടിക്കലി നടക്കാൻ പറ്റുന്നത്. ഇറ്റ് മേ ബി ഒപ്റ്റിമൽ ഗവൺമെൻറ് ഇൻ്റർവെൻ സെക്കൻഡ് മാർക്കറ്റ് ഡസ് നോട്ട് അഫക്റ്റ് ദ ഫസ്റ്റ് മാർക്കറ്റ്. അപ്പോൾ ഗവൺമെൻറ് ഒരു മാർക്കറ്റിൽ കയറി ഇടപെടുമ്പോൾ മറ്റൊന്നിനെ അത് എന്ത് ചെയ്യാൻ പാടില്ല, അഫക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. അതായത് ഗവൺമെൻറ് കയറിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു മാർക്കറ്റിൽ കയറിയിട്ട് എന്ത് ചെയ്യുന്നു, ഇടപെടുകയാണ്. വൺ മാർക്കറ്റിൽ പോയിട്ട് ഗവൺമെൻറ് ഇടപെടുകയും ആ ഫെയിലേഴ്സിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ കണ്ടീഷൻസ് എന്താണോ ആ കണ്ടീഷൻസ് എല്ലാം തന്നെ ഗവൺമെൻറ് എന്ത് ചെയ്യണേ, പഠിക്കുക അല്ലെങ്കിൽ അനലൈസ് ചെയ്യണം. അപ്പോൾ അനലൈസ് ചെയ്തിട്ട് അതിനെ ഡീറ്റെയിലായി സ്റ്റഡി നടത്തിയതിന് ശേഷം ഗവൺമെൻറ് എന്ത് ചെയ്യണേ, ആ മാർക്കറ്റിലെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് കയറി ഇടപെടുകയാണ്. അപ്പോൾ അതിന് ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു മോണോപോളി ക്രിയേറ്റ് ചെയ്യുന്ന പൊല്യൂഷനാണ്. ഒരു മോണോപോളി മാർക്കറ്റാണ്. ഇവിടെ ഉള്ള മോണോപോളി മാർക്കറ്റ് ഒരു കോൾ മോണോപോളി മാർക്കറ്റാണ്. ആ കോൾ മോണോപോളി മാർക്കറ്റിൻ്റെ ഫലമായിട്ട് പൊല്യൂട്ടഡ് ആവുകയാണ്. അവിടുത്തെ അടുത്തുള്ളൊരു റിവർ എന്താവുന്നു, പൊല്യൂട്ടഡ് ആവുന്നു. അപ്പോൾ റിവർ പൊല്യൂട്ടഡ് ആകുമ്പോൾ ആ റിവറിൽ ഉള്ള ഫിഷിംഗ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫിഷറി ഇൻഡസ്ട്രീനെ എന്ത് ചെയ്യുന്നു, അത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നെഗറ്റീവായി എഫക്റ്റ് ചെയ്യുമ്പോൾ ഗവൺമെൻറ് കയറി എന്ത് പറയണം, ആ ഇൻഡസ്ട്രീനെ സ്റ്റോപ്പ് ചെയ്യാൻ പറയണം അല്ലേ. അപ്പോൾ ഗവൺമെൻറ് ക്യാൻ ബ്രേക്ക് അപ്പ് ദ മോണോപ്പൊളി ഓഫ് ദ ഫേം ക്രിയേറ്റിംഗ് പൊല്യൂഷനുള്ള മോണോപ്പൊളി ഫേമിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നേക്കാൾ ബെറ്റർ സ്റ്റോപ്പ് ചെയ്യാൻ ഗവൺമെൻറ് പറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, അതിൻ്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാവാൻ പോണ റിയാക്ഷൻ എന്തായിരിക്കും, ആ മാർക്കറ്റിലുള്ള കോമ്പറ്റീഷൻ വർദ്ധിക്കുകയാണ്. കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യുക പറയുമ്പോൾ അവിടെ പ്രൊഡക്ഷനും ഇൻക്രീസ് ആവുന്നു. പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് അവിടെ വീണ്ടും എഗെയിൻ എന്താവുകയാണ്, പൊല്യൂഷൻ വർദ്ധിക്കുകയാണ്. അപ്പോൾ ഇൻക്രീസസ് ദ പ്രൊഡക്ഷൻ, പൊല്യൂഷൻ ആൾസോ ഇൻക്രീസസ് അല്ലേ. അപ്പോൾ ഗവൺമെൻറ് കയറി ഇടപെട്ട് ആ മോണോപോളിയോട് അവിടുത്തെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്ന സമയത്ത് ആ മാർക്കറ്റിൽ എന്താ ഉണ്ടാവുക, കോമ്പറ്റീഷൻ വർദ്ധിക്കുകയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ കോമ്പറ്റീഷൻ വർദ്ധിക്കുമ്പോൾ പ്രൊഡക്ഷൻ ഓൾറെഡി അവിടെ ഉള്ള പ്രൊഡക്ഷനേക്കാൾ കൂടുതൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവുകയും പൊല്യൂഷനും അതിൻ്റെ ഫലമായിട്ട് എന്താവുന്നു, അതിൻ്റെ ഫലമായിട്ട് ഔട്ട്കമ്മായിട്ട് പൊല്യൂഷനും ആൾസോ ഇൻക്രീസ് ആവുകയാണ്. ദിസ് ഈസ് നോട്ട് ക്ലിയർ ദാറ്റ് എലിമിനേറ്റിംഗ് മോണോപ്പൊളി ഇൻക്രീസസ് എഫിഷ്യൻസി. അതായത് മോണോപ്പൊളിയെ എലിമിനേറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അവിടെ പൊല്യൂഷൻ വർദ്ധിക്കുകയാണ്. അപ്പോൾ കോൾ എന്ന ഇൻഡസ്ട്രിയിൽ നിന്ന് എന്താണ്, പ്രൊഡക്ഷൻ കൂടുമ്പോൾ അതിനനുസരിച്ച് അവിടെ ആ ട്രേഡിൽ നിന്ന് എന്തും കിട്ടുകയാണ്, ഗെയിനും കിട്ടുകയാണ്. ആ ഗെയിൻസ് എന്ന് പറഞ്ഞാൽ ആർക്കും കൂടി കിട്ടുന്നതാ, ഗവൺമെൻറ്റിനും കൂടി നേടിയെടുക്കാൻ പറ്റുന്ന ഗെയിൻസാണ് കോൾ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ ഇതാണ്, അതായത് ഒരു ഇൻഡസ്ട്രീനെ അല്ലെങ്കിൽ ഒരു സെക്ടറിനെ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ സെക്ടറിൽ നിന്ന് കൂടുതൽ ഗെയിൻസ് ആണ് ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ബെസ്റ്റ് സൊല്യൂഷൻ ഏതാണോ അതാണ് ഗവൺമെൻറ് എന്ത് ചെയ്യുക, ചൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനായിട്ട് ഇതിവിടെ തിയറി ഓഫ് സെക്കൻഡ് ബെസ്റ്റ് എന്ന് പറയുന്നതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡയഗ്രം നോക്കാം നമുക്ക്. ഇതിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ കാണാൻ സാധിക്കുന്നു. ഇതാണ് PPF എന്ന് പറയുന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ് ഇവിടുത്തെ മാക്സിമം പ്രൊഡക്ഷൻ നടത്താൻ പറ്റുന്ന ഇതാണ് ഇവിടെ ഉള്ളത്. ഇത് PPF എന്ന് പറയുന്നത്. ഈ PPFനെ ടച്ച് ചെയ്തുകൊണ്ട് ഇവിടെ എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്,
ഇൻഡിഫറൻസ് കർവുകൾ കാണാൻ പറ്റുന്നത്. ഈ ഇൻഡിഫറൻസ് കർവ് എന്താ? വെൽഫെയറിനെ സൂചിപ്പിക്കുന്നതാണ്. അതായത് ഇവിടെയുള്ള ക്ഷേമത്തിനെ സൂചിപ്പിക്കുന്നതാണ് ഇവിടുത്തെ ഈ ഇൻഡിഫറൻസ് കർവുകളെല്ലാം തന്നെ. ഈ ഇൻഡിഫറൻസ് കർവും PPF കർവും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് P എന്ന് പറയുന്ന പോയിൻ്റ്. അപ്പോൾ ഈ P എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താ? വേർ ദ പോയിൻ്റ് P, സിൻസ് ദിസ് പോയിൻ്റ് ലൈസ് ബോത്ത് ദ ട്രാൻസ്ഫോർമേഷൻ ലൈൻ ആൻഡ് ദ ഇൻഡിഫറൻസ് കർവ്. അതായത് ഇൻഡിഫറൻസ് കർവും ട്രാൻസ്ഫോർമേഷൻ ലൈനായ PPFും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് P എന്ന് പറയുന്ന പോയിൻ്റ്. ഈ Pയിൽ എന്ത് നടക്കുന്നുണ്ട്? മാക്സിമം പ്രൊഡക്ഷനും കൺസംഷനുമാണ്. അതായത് ഒപ്റ്റിമം പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ നടക്കുന്ന പോയിൻ്റാണ് P എന്ന് പറയുന്ന പോയിൻ്റ്. കാരണം PPF ആണ് ഇവിടുത്തെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. അതുമായി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന എന്തുണ്ട്? ഇവിടെ ഒരു ഇൻഡിഫറൻസ് കർവുണ്ട്. അപ്പോൾ P എന്ന് പറയുന്ന പോയിൻ്റ് എന്താണെന്ന് പറയാം? ഒപ്റ്റിമം പ്രൊഡക്ഷൻ നടക്കുന്ന പോയിൻ്റ് ആണെന്ന് പറയാം. ഇനി വെൻ എ ന്യൂ കൺസ്ട്രെയിൻ കണ്ടീഷൻ, പുതിയൊരു കൺസ്ട്രെയിൻ കണ്ടീഷൻ ഇവിടെ വരികയാണെങ്കിൽ പുതിയ ഒരു CC കർവ്, അതാണ് ന്യൂ CC എന്ന് പറയുന്ന കർവ്. അപ്പോൾ പുതിയൊരു CC കർവ് ഉണ്ടാവുന്ന സമയത്ത് അതിലെന്ത് കാണുന്നുണ്ട്? അതിൽ രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ അല്ലെങ്കിൽ വെൽഫെയർ കർവുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. W സ്റ്റാർ എന്നും W എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഇൻഡിഫറൻസ് കർവുകളുണ്ട് അല്ലേ? ഈ രണ്ട് ഇൻഡിഫറൻസ് കർവിലുള്ള ബിലോയിലുള്ള, അതായത് താഴെയുള്ള ഇൻഡിഫറൻസ് കർവ് ടച്ച് ചെയ്യുന്ന പോയിൻ്റാണ് Q എന്ന് പറയുന്ന പോയിൻ്റ്. ഇപ്പോൾ Q എന്ന് പറയുന്ന പോയിൻ്റിൽ ന്യൂ CC കർവും അതുപോലെ തന്നെ ഇവിടെയുള്ള W എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവും തമ്മിൽ എന്ത് ചെയ്യുന്നു? കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് Q. ഈ Q എന്തായിട്ട് എടുക്കാം? Q കുഡ് ബി ദ സെക്കൻഡ് ബെസ്റ്റ് സൊല്യൂഷൻ. Q എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെക്കൻഡ് ബെസ്റ്റ് സൊല്യൂഷനായിട്ട് ആർക്ക് എടുക്കാം? ഇവിടെയുള്ള ഫോമിന് എടുക്കാനായിട്ട് സാധിക്കും. കാരണം P എന്ന് പറയുന്ന പോയിൻ്റാണ് പരമാവധി ഉൽപ്പാദനം നടത്തുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞല്ലോ. ഈ P എന്ന് പറഞ്ഞ പോയിൻറ്റിനേക്കാൾ ബിലോ ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് Q എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവിൽ കിടക്കുന്ന പോയിൻ്റ്. ഈ പോയിൻ്റ് സെക്കൻഡ് ബെസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ അവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. എന്നാൽ നെക്സ്റ്റ് അടുത്ത ഒരു ഇൻഡിഫറൻസ് കർവും കൂടി നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് അടുത്ത ഇൻഡിഫറൻസ് കർവ്. ഈ ഇൻഡിഫറൻസ് കർവ് ഏതാ? Qൻ്റെ അല്ലെങ്കിൽ Q എന്ന് പറയുന്ന പോയിൻറ്റിനേക്കാളും എബോവ് ആയിട്ട് കിടക്കുന്ന പോയിൻ്റാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന് കിടക്കുന്ന ഒരു ഇൻഡിഫറൻസ് കർവാണ് ഇവിടെ ഉള്ളത്. ആ ഇൻഡിഫറൻസ് കർവാണ് W സ്റ്റാർ എന്ന് പറയുന്നത്. ഇതാണ് W സ്റ്റാർ എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവ്. അപ്പോൾ അതിലൊരു പോയിൻ്റ് ഉണ്ട് R എന്ന് പറയുന്ന പോയിൻ്റ്. ഈ R എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താ? അത് Qൻ്റെ എബോവ് ആയിട്ട് കിടക്കുന്ന പോയിൻ്റ്, അതായത് Qനേക്കാളും കുറച്ച് ഉയർന്ന പോയിൻ്റാണ് ഇത് R എന്ന് പറയുന്ന പോയിൻ്റ്. ഈ R എന്ന് പറയുന്ന പോയിന്റിൽ കുറച്ച് കൂടുതൽ എന്ത് നടത്താൻ പറ്റും? പ്രൊഡക്ഷൻ നടത്താനായിട്ട് സാധിക്കും അല്ലേ? R എന്ന് പറഞ്ഞ പോയിന്റിൽ എന്താ? Q എന്ന് പറഞ്ഞ പോയിന്റിനേക്കാളും കൂടുതൽ പ്രൊഡക്ഷൻ നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി Rനേക്കാളും ഇവിടെ മാക്സിമം പ്രൊഡക്ഷൻ നടത്താൻ പറ്റുന്ന പോയിന്റ് ഏതാ? P എന്ന് പറയുന്ന ഇത്രയും പോയിൻ്റാണ് അല്ലേ? എന്നാൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ സെക്കൻഡ് ബെസ്റ്റ് ആയിട്ട് ഇവിടെ ചൂസ് ചെയ്യാവുന്ന പോയിന്റ് ഏതാ? Qനേക്കാളും എബോവ് ആയി കിടക്കുന്ന R എന്ന് പറയുന്ന പോയിൻ്റാണ്. ഇനി Rനേക്കാളും എബോവ് ആയ കണ്ടീഷനാണ് ഇത് MN എന്ന് പറയുന്നത്. അപ്പോൾ MN ആണ് ഇവിടെ ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ. പക്ഷേ MN എന്ന് പറയുന്ന ബെസ്റ്റ് സൊല്യൂഷൻ ഇവിടെ എടുക്കാനായിട്ട് സാധ്യമല്ല. കാരണം ഇവിടുത്തെ ഇൻഡിഫറൻസ് കർവും ഇവിടുത്തെ ന്യൂ CC കർവും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് എവിടെ മാത്രമാണ്? R എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം R ആണ് ഇവിടുത്തെ ബെസ്റ്റായ സെക്കൻഡ് ബെസ്റ്റ് സൊല്യൂഷനായി എടുക്കാവുന്ന പോയിന്റ് ഏതാണ്? R എന്ന് പറയുന്ന പോയിൻ്റാണ്. ക്ലിയർ ആണോ? ഇതാണ് സെക്കൻഡ് ബെസ്റ്റ് തിയറി അല്ലെങ്കിൽ സെക്കൻഡ് ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമതൊരു ബെസ്റ്റ് പോയിൻ്റ് ആയിട്ട് എടുക്കുമ്പോൾ Q എന്ന് പറഞ്ഞ പോയിൻറ്റിനേക്കാളും കുറച്ചും കൂടി ഹൈ ആയിട്ടുള്ള പോയിൻ്റാണ് ഇത് R എന്ന് പറയുന്ന പോയിൻ്റ്. അപ്പോൾ Qനേക്കാളും കുറച്ചും കൂടി ബെസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് ഏതാ? R ആണ്. അതുകൊണ്ട് ഇവിടെ ചൂസ് ചെയ്യാവുന്ന പോയിന്റ് ഏതാ? ടെക്നിക്കലി മോറായിട്ട് കിടക്കുന്നത് MN എന്ന് പറഞ്ഞ പോയിൻ്റാണ്. ശരിക്കും ഇതിനേക്കാളും Rനേക്കാളും കുറച്ച് ഉയർന്ന പോയിന്റ് MN ആണ്. പക്ഷേ MN എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് ചൂസ് ചെയ്യാനാവില്ല. കാരണം അത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിലാണ് കിടക്കുന്നത്. നമ്മുടെ ഇൻഡിഫറൻസ് കർവും നമ്മുടെ ന്യൂ ആയ പ്രൊഡക്ഷൻ കർവ് ഏതാണ്? ഈ CC എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ അതിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഏത് മാത്രമാണ്? R എന്ന് പറഞ്ഞ പോയിൻ്റാണ്. അപ്പോൾ R ആണ് ഇവിടുത്തെ സെക്കൻഡ് ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതാണ് സെക്കൻഡ് ബെസ്റ്റ് തിയറി എന്ന് പറയുന്നത്.